വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ആദ്യമേ ഇൻട്രൊഡക്ഷനും കാര്യമൊന്നും പറയാതെ വീഡിയോയിലേക്ക് നേരിട്ടങ്ങ് പോയത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടതിൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും നമ്മൾ ചെയ്തത് എന്താണെന്ന്. ഇതൊരു ബെഞ്ച് വേസ് ആണ്. അതായത് നമ്മൾ ഈ കാർപെൻട്രി മെറ്റൽ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു തേർഡ് ഹാൻഡ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇത് ഭയങ്കര ഒരു സ്ട്രോങ് ഒന്നുമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഒരു ലൈറ്റ് മീഡിയം ഡ്യൂട്ടിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഹെവി ഡ്യൂട്ടിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള അറൌണ്ട് 1500-2000 രൂപയ്ക്ക് മുകളിലുള്ള സാധനം തന്നെ വാങ്ങേണ്ടി വരും. ഇത് ഞാൻ ഫുൾ ചെയ്തിരിക്കുന്നത് ഒരു GI പൈപ്പിലാണ്. ഇതിന്റെ മെഷർമെന്റ്സും കാര്യമെല്ലാം ഞാൻ വീഡിയോയിൽ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഇതിന്റെ ജാസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടും. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്കൊരു മെറ്റൽ പീസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഇത് നമുക്കൊരു ഫ്ലോറിലോ എന്തെങ്കിലും ഡെസ്കിലോ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ഇതിനിങ്ങനെ ഒരു തടി ഫിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ചെയ്ത വെൽഡിംഗ് വർക്കാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് ഒന്നും അല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഇതിന്റെ വെൽഡിംഗ് വർക്ക് ഒന്നും കാണിക്കാത്തത്. ഒരുപാട് കത്തിയൊക്കെ പോയിട്ടുണ്ട്. 2-3 ദിവസം എടുത്ത് ചെയ്തെടുക്കാനായിട്ട്. ഈ കുറച്ച് ഹോളൊക്കെ വീണ പോർഷനിൽ ഞാൻ MC വെച്ചിട്ട് അടച്ചിട്ടാണ് പെയിന്റ് ചെയ്തിട്ടത്. എന്നാലും നല്ല സ്ട്രോങ്ങിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് ഒന്ന് നോക്കാം. ഇതിപ്പോ അത്യാവശ്യം നല്ല സ്ട്രോങ് ഇരിക്കുകയാണ്. ഞാനത് ബേസിൽ തടിയുമായിട്ട് ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ആട്ടം ഉള്ളത് തന്നെ. കാരണം ഇത് ഇവിടെ അല്ല വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ വച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.